ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 62ാമത്തെ പാഠമാണ്. ഇന്ന് വിഷ്ണുയോഗിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പുരുഷാർത്ഥങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി അല്പം സൂചിപ്പിച്ചിരുന്നത്. എന്താണ് പുരുഷാർത്ഥങ്ങൾ? ഒരു മനുഷ്യ ജന്മത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങൾ നേടുക എന്നതാണ്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമാധർത്തശ്ച കാമശ എന്നാണ് പറയുന്നത്. അതായത് ധർമ്മമാർഗത്തിൽ കൂടെ, അതായത് സത്യസന്ധമായ മാർഗത്തിൽ കൂടെ നമ്മൾ കഠിനാധ്വാനം ചെയ്ത പൈസ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം സഫലമായി, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിച്ചു, ഇനിയിപ്പോൾ മരിച്ചാലും വേണ്ടില്ല, നമ്മുടെ ജീവിതം സമ്പൂർണ്ണമായി സംതൃപ്തമായി എന്നൊക്കെ ഉള്ള ഒരു ബോധം നമുക്കുണ്ട്. ആ ബോധത്തെയാണ് നമ്മൾ മോക്ഷോദവ മുക്തി എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നത് 2004 എനിക്കൊരു ഗുരുവിനെ 1995 കിട്ടിയ ഗുരുവിൽ കൂടെയുള്ള ശിക്ഷണം, അതായത് മാനസികമായിട്ട് ഞാൻ ഗുരുവിൽ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് എനിക്ക് അവസ്ഥയിലെത്താൻ സാധിച്ചത്. അന്ന് എൻ്റെ കർമ്മം തുടരുകയായിരുന്നു. ഞാൻ അന്ന് അധ്യാപികയായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ മോക്ഷത്തിലെത്തിയതിനു ശേഷമാണ് ഞാൻ കൂടുതൽ ഭഗവാനിലേക്ക് ഇറങ്ങുന്നതും എൻ്റെ ജീവിതം ലോകത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. പക്ഷേ ഇതൊന്നും എൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കുന്നേ ഇല്ല. ഇപ്പം നമ്മൾ വിഷ്ണുയോഗയിൽ കൂടെ നമ്മൾ ഈ പുരുഷാർത്ഥങ്ങൾ എങ്ങനെ നേടാം എന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പം ഭക്തിയോഗവും കർമ്മയോഗവും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. മനുഷ്യന്റെ പല ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്ന അവന് ഭക്തിയും ഇല്ല, കർമ്മം ചെയ്യാനുള്ള താല്പര്യവും ഇല്ലാത്തതിനാലാണ്. അപ്പോൾ നമ്മുടെ ഭക്തിയോഗയിൽ പൂജയോ വിഗ്രഹാരാധനയോ ഒന്നുമില്ല. നമ്മുടെ ഉള്ള ആരാധനകളെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെയാണ്. കാം കർത്തേ രഹോ, ജപ് കർത്തേ രഹോ, അതായത് ജോലിയും കൽക്കിരൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് വിഷ്ണുയോഗയുടെ 63ാമത്തെ പാഠമാണ്. വിഷ്ണുയോഗയിൽ നമ്മളിപ്പോൾ പുരുഷാർത്ഥങ്ങൾ എങ്ങനെ നേടാം അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥങ്ങൾ നേടുക എന്നാണ്. അത് മോക്ഷം അഥവാ സ്വർഗം, പിന്നെ സെൽഫ് റിയലൈസേഷന്, എൻലൈറ്റ്മെന്റ് എന്നൊക്കെ പറയും. ഇത് നേടുക എന്നാണ് മനുഷ്യരുടെ ലക്ഷ്യം. അത് നേടാനായിട്ട് നമുക്ക് 2 കൂട്ടം കാര്യങ്ങൾ പ്രധാനമായിട്ടും വേണം. ഒന്ന് ഭക്തി, രണ്ടാമത്തെ കർമ്മമാണ്. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള പ്രേമമാണ്. നമുക്ക് ഈ ലോകത്തിൽ ഒരു വസ്തുവിനോടും ഇല്ലാത്ത അത്രയും സ്നേഹം നമുക്ക് എപ്പോൾ നമ്മളോട് തോന്നുന്നു അത് തന്നെയാണ് ഭക്തി. ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമമാണ്, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള പ്രണയമാണ്. രണ്ടാമത്തേത് കർമ്മമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തൊഴിൽ വേണം, നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് പൈസ വേണം, അപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്തേ പറ്റുള്ളൂ, അത് കർമ്മമാണ്. അതുപോലെ നമ്മൾ രാവിലെ എണീക്കുന്ന തൊട്ട് രാത്രി കിടക്കുന്നത് വരെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത് അത് നമ്മുടെ കർമ്മം തന്നെയാണ്. അപ്പോൾ എന്തൊരു കർമ്മമായാലും നമ്മൾ ചെയ്യുന്ന അതിനെ നമ്മൾ ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ് അഥവാ കർമ്മം തന്നെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. അപ്പം കർമ്മം ചെയ്യാത്തവർക്ക് ഒരിക്കലും നമുക്ക് ഈ ഭഗവാനെ കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കണ്ടെത്താൻ മനസ്സുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വിഷ്ണുയോഗയിൽ നമുക്ക് വിഗ്രഹാരാധനയില്ല. വിഗ്രഹാരാധന ചെയ്യുന്നവർ മൂഢന്മാരാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭഗവത്ഗീതയിൽ 7ാം അധ്യായത്തിൽ 24ാം ശ്ലോകത്തിലും 9ാം അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഇങ്ങനെയാണ്: അവജാനന്തിമാ മൂഢ മാനുഷീ തനുമാശ്രിതം പരംഭാവം അജാനന്ദ മമഭൂത മഹേശ്വരൻ. എന്റെ പരമമായ സ്വരൂപത്തെ അറിയാത്ത മൂഢന്മാർ എന്നെ വിഗ്രഹത്തിൽ ആരാധിച്ച് എന്നെ അപമാനിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാൻ ഒരു വിഗ്രഹരൂപി അല്ല, ഭഗവാനെ മനസ്സിലാണ് നമ്മൾ ആരാധിക്കുന്നത്.